നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഇസ് ലൈഫ്. രണ്ട് കോച്ചുകൾ, ഒട്ടും തന്നെ പെഡിഗ്രി ഇല്ലാത്ത രണ്ട് കോച്ചുകൾ, ഒട്ടും തന്നെ ടോപ്പ് ലീഗ് മാനേജ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത കോച്ചുകൾ, ഇവർ രണ്ടുപേരും ആരായിരിക്കും ആദ്യം ഫ്ലോപ്പ് ആവുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ വേറെ ആരെയും കുറിച്ചല്ല സംസാരിക്കുന്നത്. ഐ എം സ്പീക്കിംഗ് അബൌട്ട് വിൻസെന്റ് കമ്പനി വിത്ത് ബയൺ മ്യൂണിക് ആൻഡ് എൻസോ മെറസ്ക വിത്ത് ചെൽസി. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ എൻസോ മെറസ്ക ഹാസ് ബിക്കം ദ ഹെഡ്, ഹിയർ വി ഗോ വന്നു കഴിഞ്ഞു. ഈസ് ബിക്കമിങ് ദ ഹെഡ് കോച്ച് ഓഫ് ചെൽസി. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പെപ് ഗാർഡിയോളയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പെലിഗ്രീനിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മറ്റേ പാൽമറിന്റെയും ലാബയുടെയും കൂടെ പുള്ളിക്കാരൻ പ്രീമിയർ ലീഗ് ബി ടീമിന്റെ ടൈറ്റിൽ നേടിയ ഒരു വ്യക്തിയാണ്. പിന്നെ പോരാത്തതിന് ലെസ്റ്റർ സിറ്റിനെ കോച്ച് ചെയ്ത് ടോപ്പിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പെഡിഗ്രി. കമ്പനിയുടെ പെഡിഗ്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ബേൺലിനെ കഴിഞ്ഞ സീസൺ അടിപൊളിയായിട്ട് കളിപ്പിച്ച് 101 പോയിന്റ്സ് ഒക്കെ എത്തിച്ച് മൊത്തം അറ്റാക്കിംഗ് ഫുട്ബോൾ കാണിച്ച് ലോകം മൊത്തം മെസ്മറൈസ് ചെയ്ത് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഈ സീസണിൽ അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോയി. ബേൺലി പുള്ളിക്കാരനെ സാക്ക് ചെയ്തില്ല, സാക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോഴത്തേക്കും ബയൺ മ്യൂണിക് പറഞ്ഞു, മച്ചാനെ നിന്നെ ഞാൻ പൊക്കിക്കൊണ്ടു പോവാന്നുള്ളത്. ഇവര് രണ്ടുപേരും ഇതേ റെസ്പെക്റ്റീവ് ക്ലബ്ബ് മാനേജ് ചെയ്യാനായിട്ടുള്ള കാരണം ഷാബി അലോൺസോന്റെ പ്രൊജക്ട് ഇൻ ബയർ ലെവർകൂസൻ ഹാസ് ബീൻ ട്രെമെൻഡസ് സക്സസ്. അപ്പോ ക്ലബുകളൊന്ന് ആലോചിച്ചു, നമ്മൾ ഈ എക്സ്പീരിയൻസ് കോച്ച് പോണേനെക്കാട്ടിലും ഭേദം ആ ഫിലോസഫി യൂസ് ചെയ്ത് കളിപ്പിക്കാൻ പറ്റുന്ന കോച്ചിനെ സൈൻ ചെയ്താൽ പോരെ. ആ ഫിലോസഫിക്ക് പറ്റിയ പ്ലേയേഴ്സ് നമുക്കുണ്ടെങ്കിൽ ആ കോച്ച് വന്നു കഴിഞ്ഞാൽ ആ ശൈലി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവൂലേ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ബയൺ മ്യൂണിക്കും ചെൽസിയും ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഡിഫറൻസ് ഇവിടെ ബയൺ മ്യൂണിക്കിലും ചെൽസിയിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ബയൺ മ്യൂണിക്കില് കുറച്ച് താപ്പാമാരുണ്ട്. ആൻഡ് അവരുടെ ഈഗോ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോണ ബി ഈസി. യു ഹാവ് തോമസ് മുള്ളർ, യു ഹാവ് മാനുവൽ നോയർ, ഗ്രൊഹെറ്റ്സ്ക, കിമ്മിച്ച്, യു ഹാവ് സാനെ, യു ഹാവ് ഹാരി കെയ്ൻ. ആ പല താരങ്ങളാണ് ഓൾറെഡി ബയൺ മ്യൂണിക്കിലുള്ളത്. അപ്പൊ വിൻസെന്റ് കമ്പനി കയറി ചെല്ലാൻ പോകുന്ന ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾറെഡി an experienced, well settled dressing room. ആ ഡ്രസ്സിംഗ് റൂമിൽ താൻ റെസ്പെക്ട് കമാൻഡ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും തന്നെ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും. ആൻഡ് ഡ്രസ്സിംഗ് റൂമിലെ റെസ്പെക്ട് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പണി വാളും. പുള്ളിക്കാരൻ കിടന്ന് മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കും. നേരെ മറിച്ച് പുള്ളിക്കാരന്റെ ഫിലോസഫി ടീം സ്വീകരിക്കുകയും ആ ഫിലോസഫി വെച്ച് കളിച്ച് ആൾക്കാർക്ക് ഒരു വിശ്വാസം വരികയാണ്. ഓക്കെ മച്ചാൻ, ഞാൻ പറയുന്നത് സംഭവം ശരിയാണ്, നമുക്ക് വർക്കൗട്ട് ആവണം തോന്നിക്കഴിഞ്ഞ് ആ ജയങ്ങളൊക്കെ ഒന്ന് കൂടി വരുമ്പോഴത്തേക്കും പതുക്കെ വിൻസെന്റ് കമ്പനിയുടെ സ്റ്റോക്ക് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് കുറച്ച് സമയം വിൻസെന്റ് കമ്പനിക്ക് എടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. സോ എങ്ങനെയാണ് പുള്ളിക്കാരൻ ആ ഡ്രസ്സിംഗ് റൂം മാനേജ് ചെയ്യാൻ പോണത്, ആ ഈഗോ മാനേജ് ചെയ്യാൻ പോണെന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് മാറുകയാണ്. അവിടെയാണ് എനിക്ക് വിൻസെന്റ് കമ്പനിയുടെ ഒരു പേരിലുള്ള ഒരു ചെറിയൊരു സംശയം. എൻസോ മെറസ്കന്റെ കേസ് നേരെ വിപരീതമാണ്. പുള്ളിക്കാരൻ എൻ്റർ ചെയ്യാൻ പോകുന്ന ഡ്രസ്സിംഗ് റൂമിൽ തന്നെ വെരി യങ് സെറ്റ് ഓഫ് പ്ലേയേഴ്സ്. പുള്ളിക്കാരൻ ഒരു പ്രീമിയർ ലീഗ് ബി ടീം മാനേജ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ആണ് പുള്ളിക്കാരന്റെ മുമ്പിൽ. ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ പവർ ഒരു പക്ഷെ ഉള്ളത് കോൾ പാൽമർ ആണ്. പക്ഷെ കോൾ പാൽമർ ഇസ് വെരി യങ്. അപ്പൊ എന്നാ പിന്നെ അത്രയ്ക്ക് ഈഗോ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലെയർ ആയിട്ടും ഇല്ല. പിന്നെ ഉള്ളത് എൻകൂങ്കും റീസ് ജെയിംസും ആണ്. റീസ് ജെയിംസ് ഇസ് ക്ലബ് ക്യാപ്റ്റൻ. പുള്ളിക്കാരനെ മാനേജ് ചെയ്യാൻ വലിയ തലവേദനയില്ല. എൻകൂങ്കും അതുപോലെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു പ്ലെയർ അല്ല. സോ വിൻസെന്റ് കമ്പനിയെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് ഡ്രസ്സിംഗ് റൂമിന്റെ റെസ്പെക്ട് നേടിയെടുക്കാനായിട്ടുള്ള ഒരു തലവേദന സത്യം പറഞ്ഞാൽ മെറസ്കയ്ക്കില്ല. പിന്നെ മെറസ്ക വാക്കിയുന്ന ഡ്രസ്സിംഗ് റൂം ഒന്നും പിള്ളേരൊന്നും ടൈറ്റിൽ വിൻ ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരു ടീമല്ല. ബയൺ മ്യൂണിക് അങ്ങനെയല്ല. തോമസ് മുള്ളറും ടെർസ്റ്റേഗനും ഇവരൊക്കെ ഇത്രയും നാലം ടൈറ്റിൽസ് വിൻ ചെയ്ത് ശീലിച്ച ഒരു വ്യക്തിയാണ്. ഈ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ടൈറ്റിൽ അടിച്ച ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഈ പറയുന്ന പ്ലെയേഴ്സ് ടൈറ്റിൽ അടിച്ച് ശീലിക്കാത്തൊരു പ്ലെയറാണ്. അപ്പൊ ആ ടൈറ്റിൽ അടുപ്പിക്കാനായിട്ടുള്ള ഒരു കോച്ചാണ് വരുന്നത്. അതിന്റെ ഹങ്കറും പ്ലെയേഴ്സിന് ഉണ്ടാവും. പിന്നെ പ്ലെയേഴ്സ് നോക്കുന്നത് യങ്സ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് എന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് എന്നെ കോച്ച് ചെയ്യാൻ പറ്റുമോ, എന്നെ കോച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മച്ചാനെ ഞാൻ നിങ്ങളുടെ കൂടെയാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും ഈ ഒരു യങ് സ്ക്വാഡ് ഇരിക്കുന്നത്. യെസ്, ഈഗോ ക്ലാഷും ഉണ്ടാവും. പക്ഷെ ബയൺ മ്യൂണിക്കിൽ ഉണ്ടാവാൻ പോകുന്ന ആ ഒരു ഈഗോ ക്ലാഷും സംശയവും ചെൽസിയിൽ ഉണ്ടാവില്ല. വളരെ എളുപ്പമായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഡ്രസ്സിംഗ് റൂം ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷെ മെറസ്കയ്ക്കായിരിക്കും കൂടുതൽ മാനേജ് ചെയ്യാൻ പറ്റുക. തന്റെ കൂടെയുള്ള പ്ലെയേഴ്സും അവരുടെ പ്രായവും അവരുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കാൻ നേരത്ത്
മെറസ്കയ്ക്കായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. പിന്നെ ഓൾറെഡി കോൾ പാൽമറിനെ പുള്ളിക്കാരൻ കോച്ച് ചെയ്തിട്ടുണ്ട്, റോമിയോ ലാവിനെ കോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോൾ പാൽമറിന് ഓൾറെഡി പുള്ളിക്കാരനോട് റെസ്പെക്ട് ഉണ്ട്. ഈവൻ ഇപ്പൊ ചെൽസിയിലെ സൂപ്പർ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു കോച്ചിനോടുള്ളൊരു റെസ്പെക്ട് ഓട്ടോമാറ്റിക്കലി വന്നു പോകും. പിന്നെ പുള്ളിക്കാരൻ ആ ടീമിലേക്ക് കൊണ്ടുവരേണ്ടത് എൻകൂങ്കുവിനെയും റീസ് ജെയിംസിനെയാണ്. ഇവരെ ഒന്ന് സോപ്പിട്ട് അല്ലെങ്കിൽ ഇവരെ ഒന്ന് നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ മാനേജ്മെന്റ് സ്കിൽസ് നല്ലതാന്ന് പറയണം. അപ്പൊ ആരാണ് ഡ്രസ്സിംഗ് റൂം ഏറ്റവും പെട്ടെന്ന് കോൺകർ ചെയ്യുന്നതനുസരിച്ചിരിക്കും. പിന്നീട് വരാൻ പോകുന്നത് മാനേജിങ് ദ ക്ലബ്, ഹാൻഡ്ലിങ് ദ പ്രഷർ, ദ ടാക്ടിക്സ്, ദി ഒപ്പോണൻസ്, ദ ക്വസ്റ്റ്യൻസ്, മറ്റേത് മറിച്ചത്. ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു സീസൺ പകുതി ആകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുള്ളൂ ആരായിരിക്കും പ്രഷർ കൂടുതൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പോണേ എന്നുള്ളത്. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് എ വൈൽഡ് ഗസ്. ഇറ്റ് കുഡ് ബി ഐദർ കമ്പനി ഓർ ഇറ്റ് കുഡ് ബി മെറസ്ക. വി നെവർ നോ. ഇത് സത്യം പറഞ്ഞ ഇറ്റ്സ് എ മാസീവ് എക്സ്പെരിമെന്റ് ബൈ ബോത്ത് ദ ക്ലബ്സ്. ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അടിപൊളി ഡിസിഷൻ എന്നുള്ള രണ്ട് ക്ലബുകളെയും ഹെയിൽ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ കൂവി ട്രോൾ ചെയ്ത് മറ്റേ മുഖത്താണ് അടിച്ചങ്ങോട്ട് തേച്ച് തരേണ്ട ഒരു അവസ്ഥയാവും. എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത്, ഒന്നില്ലെങ്കിൽ കടലിൽ അല്ലെങ്കിൽ ചെകുത്താൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് ക്ലബുകൾക്ക് ഉറപ്പിക്കാം. നിങ്ങളുടെ തോട്ട്സ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Signing off, SK from Football is Life.